അന്ധവിശ്വാസങ്ങളുടെയും ആഭിചാരങ്ങളുടെയും മറവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പത്തനംതിട്ട അടൂരിൽ നിന്നും പുറത്തു വരുന്നത്. വീട്ടിലെ ദോഷങ്ങൾ മാറ്റാനെന്ന വ്യാജേന എത്തി കൗമാരക്കാരെ വേട്ടയാടാൻ ശ്രമിച്ച പ്രതിയെ അടൂർ പോലീസ് അതിവേഗത്തിലാണ് വലയിലാക്കിയത്. കൊല്ലം പോരുംവഴി സ്വദേശികളായ ടി രഞ്ജു എന്നയാളാണ് ഈ കേസിൽ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ആഭിചാര ക്രിയകൾ ചെയ്യുന്നതിനിടെ വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ചായിരുന്നു അയാളുടെ പീഡന ശ്രമം. ഈ കേസിലെ പ്രതിയായ പോരുംവഴി സ്വദേശി രഞ്ജു പത്തനംതിട്ട അടൂരിലുള്ള പെൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നത് വളരെ ആസൂത്രിതമായിട്ടാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അന്ധവിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് അയാൾ നടത്തിയ കരുനീക്കങ്ങൾ ഇങ്ങനെയായിരുന്നു. സാധാരണക്കാരായ വീട്ടുകാർക്ക് പ്രതിയിലുള്ള വിശ്വാസം വർദ്ധിക്കാൻ ഇടയാക്കിയത് ഒരു ജനപ്രതിനിധിയുടെ ഇടപെടലായിരുന്നു. കൊല്ലം ജില്ലയിലെ പോരുംവഴിയിലുള്ള ഒരു പഞ്ചായത്തംഗം വഴിയാണ് പ്രതിയായ രഞ്ജുവിന് അടൂരിലുള്ള വീട്ടുകാർ ആഭിചാരക്രിയയ്ക്കായി നിയോഗിക്കുന്നത്. വീട്ടിലെ വിട്ടുമാറാത്ത ചില ദോഷങ്ങൾ മാറ്റാനും ഐശ്വര്യം കൊണ്ടുവരാനും ഇത്തരം പൂജകൾ ചെയ്യുന്നതിൽ അതീവ മിടുക്കനാണെന്ന് വിശ്വസിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് വീട്ടുകാർ അയാളെ പൂർണ്ണമായും വിശ്വസിക്കുകയും പൂജയ്ക്കായി തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുമായിരുന്നു. പൂജയുടെ മറവിൽ വീട്ടിൽ തങ്ങിയ പ്രതി അർദ്ധരാത്രിയിലാണ് തന്റെ ക്രൂരമായ ലക്ഷ്യം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ 10-ാം തീയതി രാത്രിയോടെയാണ് പ്രത്യേക പൂജകൾ ചെയ്യാനായി രഞ്ജു പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നത്. തുടർന്ന് ആഭിചാരക്രിയയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനിടെയാണ് വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന 15-കാരിയെ അയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പൂജയുടെ ഭാഗമാണെന്ന് ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിയുടെ ഉദ്ദേശം മനസ്സിലാക്കിയ പെൺകുട്ടി ഭയന്ന് വിറച്ച് ബഹളം വയ്ക്കുകയായിരുന്നു. കുട്ടിയുടെ പെട്ടെന്നുള്ള പ്രതികരണമാണ് വലിയൊരു അപകടത്തിൽ നിന്നും അവളെ രക്ഷിച്ചത്. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ വീട്ടുകാർ ഉടൻ തന്നെ പ്രതിയെ തടയുകയും സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. ഇയാൾ മുൻപും ഇത്തരം വ്യാജക്രിയകളുടെ പേരിൽ മറ്റു പലയിടങ്ങളിലും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് ഇപ്പോൾ ഗൗരവമായി അന്വേഷിച്ചു വരികയാണ്. ഈ അന്ധവിശ്വാസത്തിന്റെ മറവിൽ നടന്ന പീഡനശ്രമമായതിനാൽ പോലീസ് ഒട്ടും സമയം കളയാതെയാണ് പ്രതിക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തിയത്. പെൺകുട്ടിയെയും വീട്ടുകാരുടെയും മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയ അടൂർ പോലീസ് പ്രതിക്കെതിരെ ശക്തമായ പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഉടനടി അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. ഇതുകൂടാതെ പെൺകുട്ടിയുടെ പശ്ചാത്തലം മുൻനിർത്തി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കടുത്ത ജാമ്യമില്ലാ വകുപ്പുകളും പ്രതിയായ രഞ്ജുവിനെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട്. പ്രതിയുടെ അറസ്റ്റ് വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇയാളുടെ രാഷ്ട്രീയ ബന്ധങ്ങളെ ചൊല്ലി വലിയ വാദപ്രതിവാദങ്ങളാണ് ഉയരുന്നത്. അറസ്റ്റിലായ രഞ്ജു മുൻപ് BJPയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാതല കമ്മിറ്റിയിലെ അംഗമായിരുന്നു എന്ന് പോലീസ് പറയുന്നു. പ്രതിക്ക് പാർട്ടിയുടെ ഉയർന്ന തലങ്ങളിൽ സ്വാധീനമുണ്ടെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വിവാദം കനത്തോടെ വിഷയത്തിൽ തങ്ങളുടെ ഭാഗം വിശദീകരിച്ച് BJP നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. ഉയർന്നുവരുന്ന ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്ന നിലപാടാണ് പ്രാദേശിക BJP നേതൃത്വം സ്വീകരിക്കുന്നത്. പ്രതിയായ രഞ്ജുവിനെ തള്ളിപ്പറഞ്ഞ BJP നേതാക്കൾ അയാൾക്ക് നിലവിൽ പാർട്ടിയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കുന്നു. മുൻപ് പാർട്ടി പരിപാടികളിൽ സഹകരിച്ചിട്ടുണ്ടാകാമെന്നതൊഴിച്ചാൽ ഇപ്പോഴത്തെ അയാളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും കുറ്റവാളിയെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. എങ്കിലും രാഷ്ട്രീയ എതിരാളികൾ ഈ വിഷയം പ്രാദേശികമായി വലിയ ആയുധമാക്കാനാണ് സാധ്യത. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും ചൂഷണത്തിന് ഇരയാക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഈ സംഭവം. അറസ്റ്റിലായ രഞ്ജുവിനെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് അടൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. അയാൾ മുൻപും ഇത്തരത്തിൽ ആഭിചാരത്തിന്റെ പേരിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും.